മദ്രസയിൽ പോകുന്നുണ്ടോ എന്ന് ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, ഞാൻ സ്കൂളിൽ മാത്രമാണ് പോകുന്നത്. ഇസ്ലാമിക വിശ്വാസങ്ങൾ പിന്തുടരുന്ന ഒരു കുടുംബത്തിലെ ഒരു ചെറിയ ബാലൻ്റെ പ്രതികരണമാണിത്. മദ്രസയിൽ പോകുന്നില്ല. യഥാർത്ഥത്തിൽ സ്കൂൾ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനങ്ങളിലെല്ലാം മുസ്ലിം കുട്ടികൾക്ക് മതപഠനത്തിന് സൗകര്യവും പിരീഡുമുണ്ട്. അഥവാ മദ്രസ അവിടെ ഉണ്ട്. പക്ഷെ പേര് സ്കൂൾ എന്നായതുകൊണ്ട് മദ്രസ എന്ന പേര് തന്നെ കുട്ടി അറിയാതെ കേൾക്കാതെ പോവുകയാണ്. യഥാർത്ഥത്തിൽ മദ്രസയും സ്കൂളും ഒരേ അർത്ഥമുള്ള പദങ്ങളാണ്. സ്കൂൾ എന്നതിൻ്റെ അർത്ഥം പാഠശാലയാണെങ്കിൽ മദ്രസയുടെ അർത്ഥവും അത് തന്നെയാണ്. ഒന്ന് അറബിക് ഭാഷയിലാണ്, മറ്റേത് ഇംഗ്ലീഷിലാണ്. അത്രമാത്രമേ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് നമ്മുടെ എല്ലാ കുട്ടികളും മദ്രസയിൽ പോകണമെന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. നമ്മുടെ എല്ലാ കുട്ടികളും സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞാൽ അതും ശരിയാണ്. പക്ഷേ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മദ്രസയിൽ നിന്ന് കുട്ടികൾക്ക് ലഭിക്കുന്നത് മൂല്യങ്ങളെക്കുറിച്ചുള്ള അറിവാണ്. സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന അറിവ് ലോകത്തിൻ്റെ പൊതുവിവരങ്ങളാണ്. ഇത് രണ്ടും ചേരുമ്പോഴാണ് ഒരു മനുഷ്യനായി മാറുന്നത്. ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞ് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ തുറക്കുന്ന ഈ ഘട്ടത്തിൽ ഓരോ കുട്ടിയും മൂല്യങ്ങൾ പഠിക്കാൻ മദ്രസയിലെത്തിയേ മതിയാകൂ. പൊതുവിവരങ്ങൾ ലഭിക്കാൻ സ്കൂളിലും പോകണം. ഇത് രണ്ടും വളരെ കൃത്യമായി പാലിച്ച് കൊണ്ടുപോകുന്ന കുടുംബങ്ങളാണ് കേരളത്തിൽ, മലബാറിൽ പ്രത്യേകിച്ച് കൂടുതലുള്ളത്. പക്ഷേ അതിനും ചെറിയ കോട്ടങ്ങൾ സംഭവിക്കുന്നു എന്നാണ് പൊതുവിൽ അന്വേഷിക്കുമ്പോൾ ലഭിക്കുന്ന വിവരം. അത് തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയണം. മദ്രസകൾ വർഗീയത സൃഷ്ടിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളിൽ യാതൊരു കാര്യവുമില്ല. മറിച്ച് മോഷ്ടിക്കരുത്, ഉപദ്രവിക്കരുത്, ഏത് മതത്തിൽപ്പെട്ടവനായാലും അത്തരക്കാരായ ആളുകളോടൊക്കെ സ്നേഹവും ബഹുമാനവും വേണം എന്ന് നമ്മുടെ മദ്രസകളും സ്കൂളുകളും നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അച്ചടക്കം ആഗ്രഹിക്കുന്ന ഓരോ കുടുംബവും തൻ്റെ കുട്ടി മദ്രസയിൽ പഠിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. ഖുർആൻ നോക്കിയിട്ടും നോക്കാതെയും ഒക്കെ ഓതാൻ കഴിയണമെങ്കിൽ മദ്രസയിലെ അധ്യാപകരിൽ നിന്ന് തന്നെ കുട്ടികൾ പഠിക്കണം. അത് ഓൺലൈനായി മതി എന്ന് പറയുന്നുണ്ടാകാം, ചിലപ്പോൾ അത് ശരിയാണ്. പക്ഷേ 90% കുട്ടികൾക്കും ഉപകാരപ്പെടുക കുട്ടികൾ മദ്രസയിൽ ചെന്ന് പഠിക്കുന്ന രീതി അവലംബിക്കുമ്പോഴാണ്. ഈ കാര്യങ്ങൾ കൂടുതലായി ശ്രദ്ധിച്ച് ഈ റമദാൻ കഴിഞ്ഞ ഈ സന്ദർഭത്തിൽ എൻ്റെ കുട്ടിക്ക് ഖുർആൻ പഠിക്കാൻ ബോധമുണ്ടാകാൻ, മതബോധമുണ്ടാകാൻ, പരിസരബോധമുണ്ടാകാൻ മദ്രസയിൽ അവനെ ചേർക്കട്ടെ എന്നൊരു ചിന്തയും ഒരു മാനസിക തയ്യാറെടുപ്പും നമ്മുടെ രക്ഷിതാക്കൾ ആർജിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.